ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കോവലുവള്ളി നടാൻ പോവാണേ. അപ്പോൾ ഇതാണെങ്കിൽ നീളമുള്ളതല്ല, കുറച്ച് വണ്ണം വെച്ചിട്ട് അധികം നീളമില്ലാതെ വരുന്ന കോവലാണേ. എനിക്ക് നേരത്തെ ഒരുപാടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് 3 തടത്തിലായിട്ട് ഞാൻ നടുന്നുണ്ട്. നീളമുള്ള കോവൽ എനിക്കുണ്ട്. ഈ വണ്ണമുള്ള കോവലായിരുന്നു എനിക്ക് നേരത്തെ ഉള്ളത്. അത് കളയണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ തണ്ട് പോകാറായി കിടന്ന് ഞാൻ നട്ടു വെച്ചതല്ല, അത് കിളിച്ചതാണ്. ഞാനപ്പോൾ അത് ഒരു 3 തടത്തിലായിട്ട് നടാൻ പോവാണേ. എല്ലാവരും ഈ തണ്ട് വെട്ടി മുളപ്പിച്ചിട്ടാണല്ലോ തടത്തിലേക്ക് വെക്കുന്നതൊക്കെ. ഞാനപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ കുഴി നേരത്തെ ഇതിനകത്ത് കുക്കുമ്പറൊക്കെ നിന്നതാണ്. ആ സ്ഥലത്തോട്ട് തന്നെയാണ് ഞാനിത് വെക്കുന്നത്. കുറച്ച് ഇതായിട്ട് കിളച്ചിട്ട് അതിനകത്ത് കുറച്ച് വട്ടക്കരിയിലൊക്കെ കുറച്ചിട്ട് പിന്നെ അതിലേക്ക് അന്നേരം ഇതിന് വേരോടാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ മണ്ടക്കോട്ട് ഞാൻ ചാണകപ്പൊടി ഇട്ട്, ചാണകപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുമ്മായവും കൂടെ ഒരു ഇച്ചിരി ഇട്ടു. അങ്ങനെയാണ് ഞാൻ 3 തടത്തിലായിട്ട് നടാൻ പോകുന്നത്. നീളമുള്ള കോവലിൻ്റെയും ഞാൻ ഇതുപോലെ പറിച്ച് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോൾ വശത്ത് ഞാൻ ഓൾറെഡി പന്തൽ വെച്ചിട്ടുണ്ട്. ഈ കമ്പിയൊക്കെ വെച്ചിട്ടേ നെറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് കെട്ടിയേക്കുക. അത് കുക്കുമ്പറൊക്കെ നിന്ന സ്ഥലമായത്. അത് വെയിലായ കാരണം എങ്ങനെയോ അത് കരിഞ്ഞു പോയി. അപ്പം ഞാൻ ആ സ്ഥലത്തോട്ട് ഇതുപോലെ തടം വെട്ടിയിട്ട്, കോവലാകുമ്പം പന്തലെ സ്ഥിരം കയറി കിടന്നോളുമല്ലോ. നമുക്ക് കോവയ്ക്കയും പറിക്കാം. എനിക്ക് ഈ ഉണ്ടക്കോവലും ഉണ്ട്, നീളമുള്ള കോവയ്ക്കായും ഉണ്ട്. സാധാരണ പണ്ട് ഇത് രണ്ടും അല്ലാത്ത വേറെ ചെറിയ ടൈപ്പ് കോവലില്ലേ, അതും എനിക്കുണ്ട്. അതൊന്നും നമ്മൾ നോക്കേ വേണ്ട, എവിടെ വേണേലും കിളിച്ച് എവിടെയെങ്കിലുമൊക്കെ പടന്ന് കയറി ഇഷ്ടം പോലെ കോവയ്ക്കായി നമുക്ക് കിട്ടും. ഇത് പിന്നെ നമ്മൾ പരിചരണം കൊടുത്താലേ നടക്കുകയുള്ളൂ. ഞാനിത് എല്ലാം ആക്കി വന്നപ്പോഴത്തേന് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം എല്ലുപൊടിയും പിന്നെ കരിയില അതിനിടയിലോട്ട് ഓരോ കമ്പ് കയറ്റി വെച്ചിട്ട് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് വീഡിയോക്കകത്ത് മണ്ണ് ഇടുന്നതായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം മണ്ണുമൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കരിയിലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും മുട്ടിൽ നിന്നൊക്കെ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ചുരുട്ടി ഇങ്ങനെ വയ്ക്കാം. ചുരുട്ടി മണ്ണിനടിയിലോട്ട് വെച്ചിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാ മുട്ടിൽ നിന്നുമൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടും. ഇങ്ങനെ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഞാൻ നട്ടേക്കുന്നത്. അതിൻ്റെ മണ്ണും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ വെള്ളം ഒഴിച്ചു. പിന്നെ നല്ലതായിട്ട് മഴ പെയ്തിരുന്നു. അങ്ങനെ 3 തടത്തിലേ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.